നിരവധി സീരിയലിലൂടെയും നിരവധി TV ചാനലിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും നിങ്ങൾക്ക് സുപരിചിതനായ സുമിത് രാഘവനെ സ്നേഹപൂർവ്വം ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാർ കാസർഗോഡ് ജില്ലേൻ്റെ പല പല സ്ഥലത്തു നിന്നും ഈ ഒരു സുന്ദരമായിട്ടുള്ള ഓഡിറ്റോറിയത്തിൻ്റെ അകത്തളത്തിലേക്ക് വരുന്നു. ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറെ സന്തോഷമുള്ള ഒരു ദിനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട മലബാർ ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ വരും എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു ദിനത്തിൽ. നമുക്കറിയാം, വാട്സപ്പ് കൂട്ടായ്മകൾ എന്ന് പറയുന്നത് എപ്പോഴും വളരും തോറും വളരുകയും ചെയ്യുന്ന ഒന്നാണ് എപ്പോഴും വാട്സപ്പ് കൂട്ടായ്മകൾ എന്ന് പറയുന്നത്. പക്ഷേ തുടങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ, തുടങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ടും നാടിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും പ്രത്യേകിച്ച് കലാകാരന്മാർക്കും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും അതുപോലെ തന്നെ അംഗീകാരങ്ങളും കൊടുക്കുന്ന ഒരു വലിയ വാട്സപ്പ് കൂട്ടായ്മയാണ് മലബാർ ഗാനാഞ്ജലി എന്ന് പറയുന്ന ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ. ഇതിൻ്റെ അമരത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വളരെ വർഷക്കാലമായിട്ട് സംഗീത മേഖലയിലും അതുപോലെ തന്നെ പ്രോഗ്രാം ഡിസൈനിങ് മേഖലയിലൊക്കെ ഒത്തിരി പ്രശസ്തരായിട്ടുള്ള താരങ്ങളൊക്കെ വെച്ച് സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രശാന്ത് ഏട്ടൻ. ഏറ്റവും വലിയൊരു സന്തോഷം, അതോടൊപ്പം തന്നെ ദുഃഖം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇന്ന് നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്ത സമയത്ത് തൊട്ട് കഴിഞ്ഞ ഒരു ദിനം ആയിരുന്നു. നമുക്കെല്ലാവർക്കും എന്താ പറയുക, വാട്സപ്പിൽ പോലും നമ്മൾ കേട്ടില്ല. പക്ഷേ ഞാനൊരു കോൾ ചെയ്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രശാന്ത് ഏട്ടനെ വിളിച്ചതായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ളത്. ഇതറിഞ്ഞ ശേഷം പ്രശാന്ത് ഏട്ടനെ പിന്നീട് ലൈനിൽ കിട്ടിയ ശേഷം ഞാൻ ചോദിച്ചു, പ്രശാന്ത് ഏട്ടാ, അത് മിംസ് ഹോസ്പിറ്റലിലായിരുന്നു ആളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായത്. ഞാൻ ചോദിച്ച ഒരു കാര്യം ഇതാണ്, പ്രശാന്ത് ഏട്ടാ, നമുക്ക് ഈ പരിപാടി തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചൂടെ? കാരണം നമുക്ക് ഇതല്ലല്ലോ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്, നമുക്കുള്ള നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ പരിപാടി തൽക്കാലത്തേക്ക് മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റി വെച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ പോയിട്ട് പ്രോഗ്രാം ചെയ്യൂ, ഞാൻ വീട്ടിലിരിക്കാം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, കലാകാരന്മാർ എന്ന് പറയുന്നത് ഒരു സീസൺ ടൈമാണ്. അവരുടെ ഏറ്റവും വലിയ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഓണത്തിന് ശേഷമുള്ള കുറച്ച് മാസങ്ങൾ, അതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ എന്ന് പറയുന്നത്. കലാകാരൻ പണം സമ്പാദിക്കുന്നത് ഉറക്കവും ഊണുമില്ലാതെ വേദികളിൽ നിന്നും വേദികളിലേക്ക് യാത്ര ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഏതൊരു കലാകാരൻ, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും യാത്ര എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മുടെ വാനം കറുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കലാകാരന്മാരുടെ മനസ്സിൽ വളരെയധികം വേദനയാണ്. ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ പൊതുവേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരും. ഇനി എന്ത് ചെയ്യണം? പ്രോഗ്രാം വളരെ കുറവായിരിക്കും. നമ്മുടെ വീട്ടുകാർ നമ്മളോട് ചോദിക്കും, മറ്റു ജോലിക്ക് എന്തെങ്കിലും പോയിക്കൂടെ എന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രശാന്തേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വിശ്വസിച്ച് തിരുവനന്തപുരത്തും ജില്ലയിൽ നിന്നടക്കം ഓർക്കസ്ട്രേഷനടക്കം പ്രിയപ്പെട്ട ഒരുപാട് സിംഗേഴ്സ് ഇന്ന് കാസർഗോഡിൻ്റെ മണ്ണിൽ, പ്രത്യേകിച്ചും കാഞ്ഞങ്ങാടിൻ്റെ മണ്ണിൽ വരുന്നുണ്ട്. അത് എന്നെ വിശ്വസിച്ചിട്ടാണ്. അങ്ങനെ എന്നെ വിശ്വസിച്ചിട്ട് ഇത്രയും ദൂരത്ത്, ഇത്രയും കിലോമീറ്ററുകൾ താണ്ടിയിട്ട് അവരിവിടേക്ക് വരുമ്പോൾ ഞാൻ മാറി നിൽക്കുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ? പ്രത്യേകിച്ചും ഈ ഓഫ് സീസണിൽ നിങ്ങൾക്ക് ഞാനൊരു പ്രോഗ്രാം തന്നിട്ട് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിന് നിരക്കാത്ത ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണം തീർച്ചയായിട്ടും ആ വലിയൊരു വ്യക്തിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹത്തിന് മാറി നിൽക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ. അതെന്ത് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് സത്യം പറഞ്ഞ ഹോസ്പിറ്റലിലെ ഡോക്ടറോട് എനിക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ഇറങ്ങി വന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് തന്നേ പറ്റൂ, എനിക്ക് പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞിട്ട് അടിപിടി കൂടി വന്ന ആളാണ് ദാണ്ട ഈ സൈഡിലിരിക്കുന്നത്. അങ്ങനെ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് എപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുന്നോ അന്ന് മുതൽ നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. നാളെ എന്തെങ്കിലും പറ്റിയിട്ട് വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിനോട് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കതിലൊരു ഭാഗവാക്കല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഏറ്റവും വലിയൊരു സല്യൂട്ട് എന്ന് പറയുന്നത്. ഇന്ന് ഈ ഒരു വേദനയും സന്തോഷമൊക്കെ നിറഞ്ഞ ഈ ഒരു ദിനത്തിൽ ഒരുപാട് നല്ല കലാകാരന്മാർ, മലബാർ ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട കലാകാരന്മാരൊക്കെ ഒരു പിടി നല്ല ഗാനങ്ങൾക്ക് കോർത്തിണക്കിയിട്ട് ഇന്ന് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു അവതാരകനായിട്ട് വരാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ എന്നൊക്കെ പറഞ്ഞു, പരിചയമൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. ഞാൻ കണ്ണൂരുകാരനാണ്, താമസം തിരുവനന്തപുരത്താണ്.
ചിലപ്പോൾ ചാനൽ മാറ്റുന്ന സമയത്ത് സി കേരളം എന്ന് പറയുന്ന ഒരു ചാനൽ കാണാം. അതിൽ മാംഗല്യം എന്ന് പറയുന്ന ഒരു സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 9:30 മണിക്ക് മാംഗല്യം. അതിലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പ്രോഗ്രാമായിട്ട് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും മലബാർ ഗാനാഞ്ജലിയായിട്ട് ഒരുപാട് കാലം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും എന്നെ ക്ഷണിച്ചതിലും ഒരുപാട് സന്തോഷം. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷൻ ടീമാണ്. ഒരുപാട് പ്രിയപ്പെട്ട ഗായകന്മാരുടെ കൂടെയൊക്കെ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗായകരുണ്ട്. അതോടൊപ്പം തന്നെ ഓർക്കസ്ട്രേഷൻ ടീമുണ്ട്. ഒരു വലിയൊരു ടീമാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും